മംഗല്യത്താലി. രചന കാശിനാഥൻ. അവതരണം മിത്രവിന്ദ. ഹരിയേട്ട, എൻ്റെ അച്ഛനെ അമ്മയൊന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഒരിക്കൽ പോലും അവരെ വെച്ചൊന്നും ഞാനൊരു സത്യം പോലും ചെയ്തിട്ടില്ല. എൻ്റെ അമ്മയാണെങ്കിൽ സത്യമാ ഞാനിപ്പോൾ പറയുന്നേ. എന്നെ ആ ഓർഫനേജിലൊന്ന് എത്തിച്ചു തന്നാൽ മാത്രം മതി. അല്ലെങ്കിൽ എനിക്ക് വണ്ടിക്കൂലിക്ക് ഇത്തിരി പൈസ തന്നാൽ മതി. ഞാൻ അവിടേക്ക് പൊയ്ക്കോളാം, പ്ലീസ്. നീ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ നിന്നെ സ്വീകരിച്ചില്ലെങ്കിലോ? ലക്ഷ്മിയമ്മയുടെ അധീനതയിലുള്ള ഓർഫനേജ് അല്ലേ അത്? ഒരുപക്ഷെ അമ്മ പറയുക, ഇനി നിന്നെ അവിടെ നിർത്തേണ്ട, എവിടേക്കെങ്കിലും പറഞ്ഞു വിട്ടോളൂന്ന്. അങ്ങനെയായാൽ ഫദ്ര ഇനി എന്തു ചെയ്യും? അവളെ നോക്കിക്കൊണ്ട് ഹരി സാവധാനം ചോദിച്ചു. ആ പാവം പെൺകുട്ടിക്ക് പെട്ടെന്ന് ഒരു മറുപടി പറയാനില്ലായിരുന്നു. സത്യത്തിൽ ഹരിയുടെ ആ ചോദ്യം അവളെ ഒരു നിമിഷത്തേക്ക് ആകമാനം ചിന്തിപ്പിച്ചു. ശരിയാണ്, ചിലപ്പോൾ ലക്ഷ്മിയമ്മ അങ്ങനെ പറയും, അതിന് സാധ്യതയുണ്ട്. പക്ഷേ തനിക്ക് പോകാനൊരിടമില്ല. പറയൂ ഭദ്ര, അങ്ങനെ അമ്മയൊരു കടുത്ത തീരുമാനമെടുത്താൽ താൻ എന്തു ചെയ്യും? ദയനീയമായി അവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിയ ശേഷം അവൾ മുഖം താഴ്ത്തി. അപ്പോഴും അവളുടെ കവിളിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങുകയാണ്. അവളുടെ ഈ നിസ്സഹായ അവസ്ഥയാണ് അമ്മ ചൂഷണം ചെയ്തത്. പിന്നെയും ഓർക്കും തോറും ഹരിക്ക് മഹാലക്ഷ്മിയോട് തീർത്താൽ തീരാത്ത ദേഷ്യവും പകയും തോന്നി. അവൻ സാവധാനം വണ്ടി മുന്നോട്ടെടുത്തു. പിന്നീട് ഒരു അക്ഷരം പോലും ഭദ്ര അവനോട് ചോദിച്ചതേയില്ല. മീര ടീച്ചർക്ക് തന്നെ കാണണമെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് അവിടം വരെ ഒന്ന് പോകാം. പക്ഷെ തിരിച്ച് എൻ്റെ ഒപ്പം ഇങ്ങ് പോന്നേക്കണം, കേട്ടല്ലോ? അങ്ങനെ ഒരു ഉറപ്പ് തരുവാണേൽ മാത്രമേ ഞാൻ തന്നെ കൊണ്ടുപോകുള്ളൂ. എന്താ ഭദ്രേ, സമ്മതമാണോ? ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഹരി മുഖം തിരിച്ച് അവളെ ഒന്ന് നോക്കി. ഞാൻ പോന്നോളാം, എനിക്ക് അവരെയൊക്കെ ഒന്ന് കണ്ടാൽ മാത്രം മതി. എങ്കിലൊക്കെ. കുറച്ച് സമയങ്ങൾക്കുള്ളിൽ ഓർഫനേജിലേക്കുള്ള വഴി എത്തുന്നത് ഭദ്ര അറിഞ്ഞു. അവളുടെ മിഴികളിൽ അതുവരെ അവൻ കാണാത്തൊരു തിളക്കം മുട്ടിട്ടു. ഹരി ഒരു ബേക്കറിയുടെ മുന്നിലായി വണ്ടി ഒതുക്കി നിർത്തി. എന്നിട്ട് ഇറങ്ങി. 40 കുട്ടികളാണ് അവിടെയുള്ളത്. ബാക്കിയുള്ള അന്തേവാസികളെയൊക്കെ ചേർത്ത് 52 ആളുകൾ. എല്ലാവർക്കും മധുരപലഹാരങ്ങൾ വാങ്ങിക്കൊണ്ടാണ് അവൻ ഇറങ്ങി വന്നത്. എല്ലാം കൊണ്ടുവന്ന് കാറിൻ്റെ പിൻസീറ്റിലേക്ക് വെച്ച ശേഷം അവൻ വീണ്ടും മുൻപിലേക്ക് കയറിയിരുന്നു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കവർ അവൻ അവളുടെ നേർക്ക് നീട്ടി. സന്ദേഹത്തോടെ അവൾ തിരിച്ചവനെയും. താൻ എടുത്തോളൂ, ഹരി വീണ്ടും പറഞ്ഞു. ഭദ്ര ആ പാക്കറ്റ് തൻ്റെ മടിയിലേക്ക് വെച്ചു. അത് പൊട്ടിച്ചു നോക്കടോ, എന്തിനാ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? പറയുമ്പോൾ ഭദ്ര അത് പൊട്ടിച്ചു. മിൽക്കി ബാറിൻ്റെ വലിയൊരു പാക്കറ്റ്. അതിലൊന്ന് വിരൽ ഓടിച്ച ശേഷം അതടച്ച് വീണ്ടും മടിയിലേക്ക് തന്നെ അവൾ വെച്ചു. അത് കഴിച്ചോളൂ. കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. എന്തേ? അവൻ ചോദിച്ചുവെങ്കിലും ഭദ്ര മറുപടിയൊന്നും പറഞ്ഞില്ല. താൻ കഴിച്ചോ, അവർക്കൊക്കെ ഉള്ളത് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഹരി പിന്നെയും നിർബന്ധിച്ചെങ്കിലും ഭദ്ര അത് കഴിക്കാൻ കൂട്ടാക്കിയില്ല. അപ്പോഴേക്കും അവർ ഓർഫനേജിൻ്റെ വാതിലിൻ്റെ വലിയ ആർച്ച് കണ്ടിരുന്നു. അത്യാഹ്ലാദത്തോടെ അവൾ അവിടേക്ക് നോക്കി പുഞ്ചിരി തൂകി. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട, എൻ്റെ കൂടെ മടങ്ങിപ്പോന്നോണം, കേട്ടല്ലോ ഭദ്രേ? ഹരിയെ നോക്കി തലയാട്ടിയ ശേഷം അവളൊരു മന്ദഹാസത്തോടെ വെളിയിലേക്കിറങ്ങി. ടീച്ചർ ഉമ്മർത്ത് തന്നെ ഉണ്ട്. ഇവരുടെ വരവ് പ്രതീക്ഷിച്ചെന്നോണം. ഓടിച്ചെന്നിട്ട് ടീച്ചറിനെ അവൾ കെട്ടിപ്പിടിച്ചു. ഇരുവരും പരസ്പരം കരഞ്ഞുകൊണ്ട് ഇറുക്കി പുണർന്നു നിൽക്കുന്നതാണ് ഹരി അവിടേക്ക് വന്നപ്പോൾ കണ്ടത്. ഭദ്ര വന്നതറിഞ്ഞ് കുട്ടികളിൽ ചിലരൊക്കെ ഓടി വരുന്നുണ്ട്. എല്ലാ മുഖത്തും സന്തോഷം, ഒപ്പം ആനന്ദ കണ്ണീരും. ദേവിയമ്മ എവിടെ? ഭദ്ര 4 പാടും നോക്കി. അപ്പുറത്തുണ്ട് മോളെ, നീ വരുന്നതറിഞ്ഞ് നിനക്കിഷ്ടപ്പെട്ട മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുക. ഓ, ഈ ദേവിയമ്മയുടെ ഒരു കാര്യം! അവൾ തൻ്റെ കൂടെ നിന്നിരുന്ന കുട്ടിപ്പട്ടാളങ്ങളുമായി അകത്തേക്ക് ഓടിപ്പോകുന്നത് ഹരി ഒന്ന് എത്തി നോക്കിയപ്പോൾ കണ്ടു. മോനെ ഹരി, കയറി വാ മോനെ. ടീച്ചർ അവൻ്റെ കൈക്ക് പിടിച്ചു. അവൻ തൻ്റെ കയ്യിലിരുന്ന കവറുകളൊക്കെ മീര ടീച്ചറെ ഏൽപ്പിച്ചു. കുറച്ച് സ്വീറ്റ്സാണിത്, കുട്ടികൾക്കൊക്കെ കൊടുത്തേക്ക്, കേട്ടോ ടീച്ചറെ? കൊടുത്തോളാം മോനെ. വരൂ, നമുക്ക് അകത്തേക്കിരിക്കാം.
ടീച്ചറിൻ്റെ ഒപ്പം ഹരി ഉള്ളിലേക്ക് കയറിപ്പോയി. ദേവ്യമ്മേ, ഓയ് ദേവ്യമ്മേ, ഭദ്ര ഉറക്കെ വിളിക്കുന്നത് അവൻ അകത്തിരുന്ന് കേട്ടു. താൻ കണ്ടപ്പോഴൊക്കെ കണ്ണു നിറച്ചു നിന്നിരുന്ന ഭദ്രയായിരുന്നില്ല. ഓർഫനേജിലെത്തിയപ്പോഴവൾ അവിടുത്തെ ഓരോ കുട്ടികളുടെ ഒപ്പം ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ഭദ്ര അതിലൂടെയെല്ലാം ചുറ്റിപ്പറ്റി നടന്നു. എന്തിനെന്നറിയാതെ അവൻ്റെ മിഴികളും അവളെ പിന്തുടർന്നു. പ്രാർത്ഥനയുടെ സമയമായതിനാൽ എല്ലാവരും കൂടി ഒരു മുറിയിലേക്ക് പോകുന്നത് ഹരി കണ്ടു. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. അതിമനോഹരമായ ഒരു ശബ്ദം വന്ന് അവനെ കീഴ്പ്പെടുത്തി കളഞ്ഞു. പരീക്ഷണത്തിൽ വാൾമുനയേറ്റി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ, ഹൃദയക്ഷതിയാൽ രക്തം ചീന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ, താങ്ങായി തണലായി ദിവ്യൌഷധമായി താതാനാഥ കരം പിടിക്കൂ. ആരെയും മതിമയക്കുന്ന ആ ശബ്ദമാധുര്യത്തിൽ അവൻ മിഴികൾ അടച്ചു നിന്നുപോയി. കുറച്ച് സമയങ്ങൾ കൂടി കഴിഞ്ഞ് അവരെല്ലാവരും പുറത്തേക്ക് വന്നു. കുട്ടികളൊക്കെ ഭദ്ര വളരെ സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. അവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞിന് 4 വയസ്സാണ്. അവനെയും ഒക്കെ തിരുത്തി ഭദ്ര കോറിഡോറിലൂടെ നടന്നു നീങ്ങി. ഇടയ്ക്ക് ദേവി വന്ന് വഴക്കു പറഞ്ഞപ്പോഴാണ് അവളും കുട്ടികളും തിരിച്ചു കയറി വന്നത്. അപ്പോഴേക്കും നേരം 8 മണിയൊക്കെ കഴിഞ്ഞു. മീര ടീച്ചർ ഉള്ളതുകൊണ്ട് ഹരിക്ക് അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കാൻ സാധിച്ചു. ഭക്ഷണം കഴിക്കുവാനായി ദേവിയമ്മയാണ് ഹരിയെ വിളിക്കുവാൻ ഭദ്രയോട് ആവശ്യപ്പെട്ടത്. ഞാൻ വിളിക്കുന്നില്ല, ടീച്ചറോട് പറയൂ ദേവിയമ്മേ. അവൾ പെട്ടെന്ന് പിന്നോട്ട് മാറി. ഇതെന്ത് വർത്താനാ കുട്ടി പറയുന്നേ? മോളുടെ ഭർത്താവല്ലേ, ചെന്ന് വിളിച്ചോണ്ട് വാ. ദേവിയമ്മ പിന്നെയും അവളോട് പറഞ്ഞു. അതൊക്കെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാവും. എനിക്ക് പേടിയാ ദേവിയമ്മേ. അവൾ പിന്നെയും ഒഴിഞ്ഞു മാറി. ടീച്ചറോട് പറഞ്ഞപ്പോൾ അവർക്കും മടിയാണ്. അതൊന്നും വേണ്ട ദേവി, ഹരിക്കൊരു പക്ഷേ ബുദ്ധിമുട്ടായാലോ. പിന്നീട് ഒരിക്കലാവാം, അതല്ലേ നല്ലത്. ആ സമയത്ത് ഹരിയുടെ ഫോണിലേക്ക് മഹാലക്ഷ്മി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പക്ഷേ കോൾ അറ്റൻഡ് ചെയ്തില്ല. പകരം വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് കരുതി ഭദ്രയെ 4 വശത്തും തിരിഞ്ഞു. അകത്തിരുന്ന് കഴിക്കുമോ മോനെ, ഇപ്പോഴെത്തും കേട്ടോ. അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും മീര ടീച്ചർ പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ ടീച്ചർ, ഭദ്ര വരട്ടെ. അവൻ അവർക്ക് മറുപടിയും കൊടുത്തു. ഭദ്രയെ വീട്ടിലെല്ലാവർക്കും അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് കാണും അല്ലേ മോനെ? മടിച്ചാണെങ്കിൽ പോലും ഒടുവിൽ ടീച്ചർ അവനോട് ചോദിച്ചു. അത് സ്വാഭാവികമാണല്ലോ, ആരെയും കുറ്റപ്പെടുത്തി പറയാനും കഴിയില്ല. ഹരിക്ക് അവളെ അംഗീകരിക്കാൻ പറ്റുമോ? അനാഥയാണ്. അനാഥത്വത്തിൻ്റെ വില ഒരുപാട് അറിഞ്ഞവളാണ്. ഈ മുറ്റത്ത് പിച്ച വെച്ച് നടന്ന എൻ്റെ പ്രിയപ്പെട്ട മകളാണ് ഭദ്ര. അവൾക്കൊരു ജീവിതം നൽകിയാൽ എൻ്റെ ഹരി ചെയ്യുന്ന കാരുണ്യപ്രവൃത്തിയായിട്ടൊന്നും കാണണ്ട. പക്ഷേ അവളൊരു നല്ല പെൺകുട്ടിയാ മോനെ. യാതൊരു തരത്തിലും അവളിൽ നിന്നൊരു മോശം പെരുമാറ്റമോ അവിവേകമോ അഹങ്കാരമോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അവളുടെ നന്മ വൈകാതെ എൻ്റെ ഹരിക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതെനിക്ക് ഉറപ്പാ. അവൾക്കിത്തിരി സമയം കൊടുത്താൽ മാത്രം മതി. അത്രയ്ക്ക് ഹൃദയവിശാലതയൊന്നും എനിക്കുണ്ടാവില്ല ടീച്ചർ, സോറി. ഞാൻ പുറത്ത് കാണും. ഭദ്രയോട് അവിടേക്ക് വരാൻ പറഞ്ഞോളൂ. ഹരി നടന്നു പോകുന്നത് നോക്കി നിന്നപ്പോൾ മീരയ്ക്ക് കണ്ണ് നിറഞ്ഞു തൂവി. തൻ്റെ കുട്ടി ഒരുപാട് വേദന താങ്ങേണ്ടി വരുമെന്ന് ഏറെക്കുറെ അവർക്കുറപ്പായി. ഹരിയോട് തുറന്ന് സംസാരിച്ചിട്ട് പോലും അവനത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല. അതായിരുന്നു അവരെ ഏറെ വിഷമിപ്പിച്ചത്. ഭദ്ര നടന്നു വരുന്നത് കണ്ടപ്പോൾ അവർ പെട്ടെന്ന് കണ്ണീർ തുടച്ചു. മുഖത്തൊരു പുഞ്ചിരി വരുത്തി അവളെ നോക്കി നിന്നു. ഹരി വണ്ടിയിലുണ്ട്, മോളോട് ചെല്ലാൻ പറഞ്ഞു. മീര പറഞ്ഞതും അവളുടെ മുഖം വാടി. ഞാൻ പോണോ ടീച്ചറെ? എനിക്കിവിടമായിരുന്നു ഇഷ്ടം. അതാണ്. അവൾ അവരെ നോക്കി. അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ കുട്ടി? ഹരി എന്ത് കരുതും? മോൾക്ക് ഇവിടേക്ക് വരണമെന്ന് തോന്നുമ്പോൾ ഓടിപ്പോരെ. ഹരി ഓഫീസിൽ പോകുമ്പോൾ
അടുത്ത ശനിയാഴ്ച മോളെ ഇവിടെ ഇറക്കാൻ പറഞ്ഞാൽ മതി. അതാകുമ്പോൾ വൈകുന്നേരം തിരിച്ചു പോയാൽ പോരെ? ഹരിയേട്ട് സമ്മതിക്കുമാവോ? ആർക്കറിയാം. അതൊക്കെ സമ്മതിക്കും. ഇല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഹരിയോട് സംസാരിക്കാം. അത് കേട്ടതും പാതി സമ്മതത്തോടെ അവൾ തലകുലുക്കി. ദേവിയമ്മയും ടീച്ചറിനെയൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് കുട്ടികളോടൊക്കെ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഭദ്രയുടെ ഹൃദയം അലമുറയിടുകയായിരുന്നു. ഹരി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. അവളെ കണ്ടപ്പോഴേക്കും, ടീച്ചറേ. എന്താ മോളെ? എനിക്കിവിടം വിട്ടു പോരാൻ മനസ്സ് വരുന്നില്ല. സത്യമായിട്ടും എൻ്റെ സ്വർഗം ഇതായിരുന്നു. ആ വീട്ടിലെല്ലാവർക്കും ഞാനൊരു അധികപ്പറ്റാണ്. അതുകൊണ്ടാണ് ടീച്ചറെ. അവൾ ശബ്ദം താഴ്ത്തി കേണു. പാവം ഭദ്രയോട് ഒരു മറുപടി പറയാനാവാതെ ടീച്ചറും വിതുമ്പി. അപ്പോഴേക്കും ഹരി ഹോൺ മുഴക്കിയിരുന്നു. തിരിഞ്ഞെല്ലാവരെയും ഒന്നോട് നോക്കി. തുടരും.